ചാറ്റ് ജി പി ടി എന്നുള്ളത് നമുക്ക് ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ആപ്പായി മാറിയിട്ടുണ്ട്. 2022 ആപ്പ് വന്നതെന്നുണ്ടെങ്കിലും ഈ ഒരു 3 വർഷം ആയപ്പോഴേക്കും നമ്മുടെ ഒരുവിധം എല്ലാ കാര്യം ഡിസൈനിങ്ങിൻ്റെ ആയിക്കോട്ടെ, നമ്മുടെ വർക്കിൻ്റെ റിലേറ്റഡ്, ബിസിനസ് റിലേറ്റഡ്, ഏത് ലൈഫിൻ്റെ ഹെൽത്ത് റിലേറ്റഡ് പോലും നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് ചാറ്റ് ജി പി ടി എന്നുള്ളത്. പക്ഷേ ചാറ്റ് ജി പി ടിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? അപ്പോൾ അതിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നല്ലാതെ അതിലുള്ള ബേസിക് ഫീച്ചേഴ്സുകളോ ടൂൾസുകളോ ഒന്നും നമ്മൾ കൂടുതലായിട്ടും അറിയില്ല, യൂസ് ചെയ്യാറുമില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ ടൂൾസിനെയും പരിചയപ്പെടുത്തുക, അതിൻ്റെ പൊട്ടൻഷ്യൽ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, പിന്നെ എന്തൊക്കെ അത് വെച്ച് ചെയ്യാൻ പറ്റുമെന്നും അറിയാം. അപ്പോൾ വെൽക്കം ടു ദി വീഡിയോ ഓഫ് മാസ്റ്ററിങ് ചാറ്റ് ജി പി ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രോംപ്റ്റിങ്ങിനെ കുറിച്ചും കസ്റ്റം ജി പി ടിനെ കുറിച്ചും പിന്നെ പുതിയ ആപ്പ് കണക്ട് ചെയ്യുന്നതിനെ കുറിച്ചും ഇമേജ് ജനറേഷനെ കുറിച്ചും അങ്ങനെ ഒരുവിധം എല്ലാ സെക്ടേഴ്സും നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെറ്റിങ്സ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സെറ്റിങ്സ് എന്ന് വെച്ചാൽ ഇവിടെ ലെഫ്റ്റിൽ കോർണറിലുള്ള സാധനം ഇത് ക്ലിക്ക് ചെയ്താൽ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത്. ഒന്ന്, സെറ്റിങ്സിൽ പോയാൽ ഇവിടെ പേഴ്സണലൈസേഷൻ എന്നുള്ളതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് കസ്റ്റം ഇൻസ്ട്രക്ഷൻ എന്നുള്ളതും രണ്ടാമത് പേഴ്സണലൈസേഷൻ എന്നുള്ളതിൻ്റെ ഈ ക്യാരക്ടർ സെലക്ടിങ്ങും. അപ്പോൾ ഇത് രണ്ടും എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് വേണ്ട ഒരു ടോണിന് നമ്മൾ ചാറ്റ് ജി പി ടിക്ക്, ഇപ്പോൾ നമുക്ക് ഓരോ തരം ഫ്രണ്ട്സിനാണ് ഇഷ്ടം, ഓരോ കാര്യങ്ങൾക്ക് ഓരോ തരം ഫ്രണ്ട്സാണ് നമ്മൾ ചൂസ് ചെയ്യുക. ഇതിൽ നമുക്ക് ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്ന രീതി, ചാറ്റ് ജി പി ടി എങ്ങനെയാണോ റിപ്ലൈ തരുന്നത് അതിൻ്റെ രീതി. ഇനി അതിനെ തന്നെ നമുക്ക് കുറച്ച് പ്രൊഫഷണലായിട്ടും ഫ്രണ്ട്ലിയായിട്ടും കാൻഡിഡേറ്റ് പല സെക്ഷൻസുകളുണ്ട്. ഇതിലേതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഇത് ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ നമ്മൾക്ക് തരുന്ന ആൻസേഴ്സിൻ്റെ ഒരു ടോൺ മാറിക്കൊണ്ടിരിക്കും. ഇനി മാത്രമല്ല, നമുക്ക് ഈ കസ്റ്റം ഇൻസ്ട്രക്ഷനിൽ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാം എങ്ങനെ നമുക്ക് തരുന്ന ആൻസേഴ്സ് ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ സാധാരണ കൊടുക്കാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ബ്ലണ്ട് ആയിട്ടുള്ള ആൻസേഴ്സ് തരണം എന്നുള്ള രീതിയിലാണ്. ബേസിക്കലി നമുക്ക് തരുന്ന ആൻസേഴ്സൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി നമ്മൾ പുകഴ്ത്തി പറഞ്ഞ രീതിയിലും അല്ലെങ്കിൽ എല്ലാം ഓക്കെ എന്നുള്ള രീതിയിലാണ്. പക്ഷേ അങ്ങനെ അല്ലല്ലോ നമുക്ക് കൂടുതൽ ആൻസേഴ്സും വേണ്ടത്. നമുക്ക് ആൻസേഴ്സ് കറക്റ്റ് ഷാർപ്പ് പോയിന്റിലേക്കുള്ളൊരു ആൻസേഴ്സ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് കുറച്ചും കൂടി വെയ്ഗായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ആൻസർ കിട്ടണം. നമുക്ക് സജഷൻ അറിയാത്തതിനെ കുറച്ചും കൂടി ഷാർപ്പായിട്ടും പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമ്മളോട് അതിനെ റിഫൈൻ ചെയ്യുന്ന രീതിയിലേക്ക് പറഞ്ഞു തരണം. ഇതൊന്നും ചെയ്യാത്ത ഒരു സ്വഭാവമാണ് സാധാരണ ഡിഫോൾട്ടുള്ള ചാറ്റ് ജി പി ടി ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കസ്റ്റം ഇൻസ്ട്രക്ഷനിൽ ഞാൻ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുക്കാം. അത് വേണമെങ്കിൽ കോപ്പി എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ അതിനാണ് കസ്റ്റം ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിക് നെയിം എന്നുള്ളത് നിങ്ങൾ എന്ത് പേരിൽ വിളിക്കണം. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് ചാറ്റ് ജി പി ടിക്ക് ഒരു മെമ്മറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സംസാരിക്കുന്നതും ബേസിക്കായിട്ട് ഒരു മനസ്സിലാക്കി വെക്കേണ്ട സാധനമാണെന്നുണ്ടെങ്കിൽ ആ മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിലേക്ക് നമ്മുടെ പേരിന് ഒരു ഓമന പേരിന് നമുക്ക് കൊടുക്കാം. നമ്മൾ കസ്റ്റം പേര്, നമ്മുടെ പേര് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒക്കുപ്പേഷൻ, നമ്മളെക്കുറിച്ച് കൂടുതൽ ഇതൊക്കെ കൊടുക്കുന്നതിനനുസരിച്ച് ചാറ്റ് ജി പി ടിക്ക് നമ്മളെക്കുറിച്ച് കൂടുതൽ പേഴ്സണലിസ്റ്റ് കാര്യങ്ങൾ അറിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി എന്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിലൂടെയൊക്കെ റൺ ചെയ്തിട്ടാണ് ആൻസർ കിട്ടുക. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി പേഴ്സണലൈസ്ഡ് ആൻസേഴ്സും കിട്ടും. പിന്നെ അടുത്തതായിട്ട് പ്രോംപ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ വേറെ തന്നെ ചെയ്യാം. പക്ഷേ പ്രോംപ്റ്റിംഗ് എന്ന് ബേസിക്കലി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻസ് അതിലേക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് ഇൻഫർമേഷൻ കൊടുത്താൽ ചെറിയ ആൻസേഴ്സോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആൻസേഴ്സ് ആയിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ, കൂടുതൽ ഇൻഫർമേഷൻസ് കൊടുക്കാൻ ഇതെല്ലാം ഇരുന്ന് ടൈപ്പ് ചെയ്യണം. ഈ ടൈപ്പ് ചെയ്യുക എന്നുള്ളത് ടൈപ്പിംഗ് അറിയാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നേരെ മറിച്ച് അതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്ക് സംസാരിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് കൂടുതൽ ആരും യൂസ് ചെയ്യാത്തൊരു ഫീച്ചറാണ് ഈ ഡിക്റ്റേറ്റ് എന്നുള്ളതും ഈ വോയിസ് മോഡ് എന്നുള്ളതും. ഈ ഡിക്റ്റേറ്റ് ബേസിക്കലി എന്താ വെച്ചാൽ നമ്മളത് നെക്കിയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഏതും സംസാരിക്കാം. ചാറ്റ് ജി പി ടിയിൽ ഇംഗ്ലീഷിലാണ് കൂടുതൽ റിഫൈൻ ആയിട്ട് ആൻസർ വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡിക്റ്റേറ്റ് നെക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്ത് സംസാരിക്കുന്നോ അതവിടെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. ആ റെക്കോർഡ് ആയതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, ഇംഗ്ലീഷിലേക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് വരും. അപ്പോൾ അത് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ആയിട്ട് വരും. അത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് പറയാനുള്ളത് ഈ ടൈപ്പ് ചെയ്തിരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കുമ്പോഴേക്കും ഒരുപാട് ടെക്സ്റ്റുകൾ നമുക്ക് ഇൻഫർമേഷൻസ് അതിലേക്ക് പുഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും നല്ലൊരു ആൻസേഴ്സും ഇവർക്ക് തരാൻ പറ്റും. ഇനി അടുത്തത് വോയിസ് മോഡ് എന്നുള്ളതാണ്. ഈ വോയിസ് മോഡ് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ലൈവായിട്ട് സംസാരിക്കാനുള്ളതാണ്. ഈ ഡിക്റ്റേറ്റ് എന്നുള്ളത് നമ്മൾ സംസാരിക്കുന്നു, അത് ടെക്സ്റ്റ് ആക്കുന്നു, അതിന് പിന്നെ നമ്മൾ സാധാ ചാറ്റ് പോലെ ആക്കുന്നു. പക്ഷേ വോയിസ് മോഡ് എന്നുള്ളത് നമ്മൾ സംസാരിക്കുന്നു, അതിനനുസരിച്ച് റിപ്ലൈയും നമുക്ക് സംസാരത്തിൽ വോയിസ് മോഡിൽ നമുക്ക് ആൻസേഴ്സ് കിട്ടും. അതാണ് ഈ വോയിസ് മോഡിൻ്റെ ഗുണം. ഇത് നമുക്ക് കൂടുതലായിട്ട് ഈ ട്രാവലിങ്ങിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തും മറ്റുള്ള സമയത്ത് നമുക്ക് ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും. ഫോണിൽ ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ വിത്ത് ഇമോഷൻ, വിത്ത് പങ്ക്ച്വേഷൻസ്, ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ ഒരു ഫ്രണ്ട് സംസാരിക്കുന്ന പോലെ ഏത് കാര്യത്തിനെ കുറിച്ചും ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതും ഒരു എക്സ്ട്രാ യൂസ്ഫുൾ ഫീച്ചറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ക്രിയേറ്റ് ഇമേജസ് എന്നുള്ള ഫീച്ചർ. അപ്പോൾ ഈ ചാറ്റ് ജി പി ടിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് വേർഷനിൽ നമുക്ക് ഒരുപാട് ഇവർ തന്നെ തരുന്ന ടെംപ്ലേറ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോംപ്റ്റുകൾ അവർ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഈ ഡ്രാമാറ്റിക് എന്നുള്ളതിനെ നമ്മൾ സെലക്ട് ചെയ്താൽ ഇതിനുള്ള ഏതെങ്കിലും ഒരു ഇമേജസിനെ ജസ്റ്റ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ഇതിനുള്ള പ്രോംപ്റ്റ് വെച്ചിട്ട് അവർ നമ്മൾ ഇമേജസ് ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ അത് കുറച്ചും കൂടി ഈസിയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ പഴയ ചാറ്റ് ജി പി ടിനെ പോലെയല്ല, കുറച്ചും കൂടി ഫാസ്റ്റുമാണ്. അതേപോലെ തന്നെ നല്ല ഹൈ ക്ലാരിറ്റി കോൺടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ടുള്ള ഇമേജ് ജനറേഷന് ചാറ്റ് ജി പി ടിൻ്റെ ലേറ്റസ്റ്റ് ഇമേജ് ജനറേറ്റിംഗ് വേർഷനിൽ വന്നിട്ടുണ്ട്.
മാത്രമല്ല നമ്മൾ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അടുത്ത പ്രോംപ്റ്റ് നമുക്ക് കൊടുത്താൽ അടുത്ത പ്രോംപ്റ്റിൽ നിന്ന് അടുത്ത ഇമേജസും ജനറേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഇമേജസ് അറ്റ് എ ടൈം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ ഇത് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് ചാറ്റ് ജി പി ടിൻ്റെ ഡീപ്പ് റിസർച്ച് എന്നുള്ള ഫീച്ചറാണ്. ഈ ഡീപ്പ് റിസർച്ച് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചാറ്റ് ജി പി ടിനോട് ഒരു ചോദ്യം ചോദിച്ചാൽ ചാറ്റ് ജി പി ടി കുറച്ചും കൂടി പെട്ടെന്ന് ആൻസേഴ്സ് തരാനുള്ള ഒരു മോഡിലാണ് നിൽക്കുക. അപ്പോൾ എത്ര പെട്ടെന്ന് ആൻസേഴ്സ് കളക്ട് ചെയ്ത് നമുക്ക് തരാൻ പറ്റുന്നു ആ രീതിയിലേക്ക് തരും. പക്ഷേ നേരെ മറിച്ച് നമുക്ക് കുറച്ചും കൂടി റെലവൻ്റ് ആയിട്ട് കുറച്ചും കൂടി ആർട്ടിക്കിൾസും പേപ്പേഴ്സും വായിച്ചിട്ട് വരണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ റിസർച്ച് മോഡിലാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അത്രയും ഡീപ്പായിട്ട് ആൻസേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീപ്പ് റിസർച്ച് മോഡിലേക്ക് ഇടാം. അപ്പോൾ ഡീപ്പ് റിസർച്ചിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ മൈൻഡ് സെറ്റേ മാറ്റും. എന്ന് വെച്ചാൽ പെട്ടെന്ന് ആൻസർ തരണം എന്നല്ല അവരുടെ ഉദ്ദേശം. ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് ആൻസർ തരണം എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് പോയിട്ട് ഇവർ ഒരുപാട് ടൈം എടുത്തിട്ട് ഒരുവിധം അവരെ കൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ആർട്ടിക്കിൾസും റീഡ് ചെയ്തിട്ട് നമുക്കൊരു റിപ്ലൈ തരും. അത് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ചിലപ്പോൾ 5 to 10 മിനിറ്റ് വരെ എടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഇതിലിട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ക്വസ്റ്റ്യന് റെലവൻ്റ് ആയിട്ട് ഒരു 5 or 10 ആൻസേഴ്സ് നമുക്ക് തിരിച്ചു തരും. ആ ആൻസേഴ്സിനും കൂടി റിപ്ലൈ കൊടുത്താൽ ഇവർ ഒരു ഡീപ്പ് റിസർച്ച് മോഡിലേക്ക് പോയിട്ട് ഇത്രയും ആൻസേഴ്സ് കളക്ട് ചെയ്തിട്ട് ഒരു വലിയൊരു ആർട്ടിക്കിൾ നമുക്ക് തരും. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ആർട്ടിക്കിൾ നമുക്കൊന്നും കൂടി സമ്മറൈസ് ചെയ്തിട്ട് സാധാ ചാറ്റ് ജി പി ടിനോടോ അല്ലെങ്കിൽ ഈ ചാറ്റിൽ തന്നെ നമുക്ക് വരാം ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് കീ പോയിന്റ്സ് ആയിട്ട് തരാൻ. അപ്പോൾ ഡീപ്പ് റിസർച്ച് എന്നുള്ളത് ആ ഒരു ഫീച്ചറാണ്. പിന്നെ അടുത്തത് എന്നുള്ളത് ഈ ഷോപ്പിംഗ് ആൻഡ് റിസർച്ച് അല്ലെങ്കിൽ ഷോപ്പിംഗ് റിസർച്ച് എന്നുള്ള സാധനം. ഈ ഷോപ്പിംഗ് റിസർച്ച് എന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി ചെയ്യേണ്ട സാധനത്തിനെ ഈ ചാറ്റ് ജി പി ടിയിലേക്ക് ഏൽപ്പിക്കുക. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോവുകയാണ്, ഇപ്പോൾ ഒരു ഫേസ് ക്രീമോ അല്ലെങ്കിൽ ബോഡി ക്രീമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം ഷൂവോ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റിസർച്ച് ചെയ്യേണ്ടി വരും. എവിടെയാണ് ഏറ്റവും ചീപ്പസ്റ്റ് ഉള്ളത്, ആ ചീപ്പിന് തന്നെ ഏത് ക്വാളിറ്റിയിൽ ഏതൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ബ്രാൻഡ് ഏതൊക്കെ കളർ, അല്ലെങ്കിൽ നമ്മൾ ബോഡിക്ക് സ്കിന്നിനൊക്കെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ഈ പ്രോബ്ലം ഉള്ള സാധനം എന്തെങ്കിലും കെമിക്കൽ അതിലുണ്ടോ ഇല്ല എന്നുള്ള കുറേ കൺഫ്യൂസിങ് സാധനങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്ത് ആമസോണിലും ഓൺലൈൻ പ്രൊഡക്ട്സിലൊക്കെ നോക്കിയിട്ട് ഓൺലൈൻ സെല്ലിങ് ആപ്പുകളിലൊക്കെ നോക്കിയിട്ട് കണ്ടെത്തുക എന്നുള്ളത് ഒരുപാട് ടൈം എടുക്കുന്ന സാധനം. നേരെ മറിച്ച് നമുക്കുള്ള പ്രശ്നങ്ങളും നമുക്ക് വേണ്ട സാധനങ്ങളും എത്ര പ്രൈസിലേക്ക് വേണം എന്നുള്ളതിൻ്റെ മൊത്തം ഇൻഫർമേഷൻസ് നമുക്ക് ഈ ഷോപ്പിംഗ് റിസർച്ചിലേക്ക് കൊടുത്താൽ ഇവരിത് മൊത്തം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് വെബ്സൈറ്റുകളിലേക്ക് നമ്മൾ പോയി കണ്ടെത്തുന്നതിനേക്കാളും സ്പീഡിൽ പോയിട്ട് കണ്ടെത്തിയിട്ട് നമുക്ക് വേണ്ട ആൻസേഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ട്സിനെ റിലീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നമുക്ക് തരും, നമുക്ക് സജസ്റ്റും ചെയ്ത് തരും വിത്ത് ഡയറക്റ്റ് ലിങ്ക്. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കിയാൽ മതി, നമുക്ക് വേണ്ടത് ഇവരോട് പറയാം, കറക്റ്റായിട്ട് നമുക്കുള്ള വേണ്ട സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഒരുപാട് ടൈം ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തൊരു ഫീച്ചറാണ് ഈ തിങ്കിങ് എന്നുള്ളത്. ഈ തിങ്കിങ് എന്തിനാ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യന് കൊടുത്ത് അല്ലെങ്കിൽ ഇതിൽ ചാറ്റ് പോയി ഒരുപാട് നീളത്തിൽ ചാറ്റ് പോയിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ ചോദിക്കുന്ന ആൻസേഴ്സിന് ചിലപ്പോൾ പെട്ടെന്നുള്ളൊരു ആൻസർ ആയിരിക്കും തരിക. എന്ന് വെച്ചാൽ ഒരുപാട് മേലെ പോയിട്ടുള്ള നമ്മൾ എന്തൊക്കെ സംസാരിച്ചെന്നുള്ള കോൺടെക്സ്റ്റ് മറന്നിട്ട് ചെയിൻ ഓഫ് തോട്ട്സ് എന്ന് പറയും, അത് മറന്നിട്ടായിരിക്കും പിന്നുള്ള ആൻസർ ഉണ്ടാവുക. അപ്പോൾ ഈ തിങ്കിങ് മോഡിൽ ഇട്ടാൽ ഇവർ മൊത്തത്തിൽ പോയിട്ട് ഒന്നുകൂടി റീതിങ്ക് ചെയ്തിട്ട് വരും, ഒന്ന് ഡീപ്പായിട്ട് തിങ്ക് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും ചാറ്റുകൾ നടത്തുമ്പോഴും ഒക്കെ ഈ തിങ്ക് മോഡിൽ ഇട്ടാൽ ഒന്നുകൂടി ഷാർപ്പായിട്ട്, എന്ന് വെച്ചാൽ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ആൻസർ തരാമെന്നല്ല അവരുടെ ഉദ്ദേശം, കുറച്ചും കൂടി റെലവൻ്റ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണോ ചോദ്യം അത് മനസ്സിലാക്കിയിട്ട് കുറച്ചും കൂടി ഷാർപ്പായിട്ടുള്ള ആൻസർ തരാനാണ് അവരുടെ മോഡ് റെഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ തിങ്ക് മോഡിലിട്ടാൽ ടൈം എടുക്കും, ബട്ട് കുറച്ചും കൂടി നല്ല ക്ലിയർ ആയിട്ടുള്ള ആൻസർ കിട്ടും. പിന്നീടുള്ളതാണ് ഈ സ്റ്റഡി ആൻഡ് ലേൺ എന്നുള്ള ഒരു ഫീച്ചർ. ഈ സ്റ്റഡി ആൻഡ് ലേൺ കൂടുതലും സ്റ്റുഡൻസിന് മാത്രമല്ല ആർക്കും ഉപയോഗിക്കാം. നമുക്ക് ചില ടോപ്പിക്കിൽ ഇപ്പോൾ സാധാ ചാറ്റ് ജി പി ടി ഈ ഫീച്ചർ ഓൺ ആക്കാതെ ചാറ്റ് ജി പി ടിനോട് നമ്മളിപ്പോൾ ഒരു തെർമോഡൈനാമിക്സിനെ കുറിച്ച് പറഞ്ഞുതരാൻ പറഞ്ഞാൽ ഇവർ വാട്ട് ഈസ് തെർമോഡൈനാമിക്സ് എന്ന് വെച്ചാൽ തെർമോഡൈനാമിക്സിനെ കുറിച്ചുള്ള എല്ലാ ആൻസേഴ്സും തരും. ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ ലോഡ് ഓഫ് ആൻസേഴ്സ് തരും. പക്ഷേ നേരെ മറിച്ച് ഈ സ്റ്റഡി ആൻഡ് ലേൺ മോഡിലിട്ടാൽ തെർമോഡൈനാമിക്സ് ആദ്യം നമ്മളോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് എന്ന് വെച്ചാൽ ഒരു ടീച്ചർ നമുക്ക് എങ്ങനെയാണോ ക്ലാസ് എടുത്ത് തരാം, ഒരു ദിവസം വന്നിട്ട് ഒന്നായിട്ട് ആൻസർ തരില്ലല്ലോ ചെയ്യുക. നമുക്ക് ആദ്യം ഒരു സെഷൻ എടുത്ത് നമ്മൾ ലെവൽ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകും. അതുപോലെ തന്നെ നമ്മളൊരു ടീച്ചിങ് മോഡിലേക്ക് കൊണ്ടുവന്നൊരു സാധനമാണ് ഈ സ്റ്റഡി ആൻഡ് ലേൺ എന്നുള്ളത്. എന്ന് വെച്ചാൽ കുറച്ച് പറഞ്ഞുതരും, എന്നിട്ട് നമുക്ക് അതിനുള്ള എക്സാമ്പിൾ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ട് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ടോപ്പിക്കിനെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാനുള്ളൊരു ഫീച്ചറാണ് സ്റ്റഡി ആൻഡ് ലേൺ എന്നുള്ളത്. അത് സ്റ്റുഡൻസിനൊക്കെ വളരെ ഉപകാരമുള്ളൊരു ഫീച്ചറാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നീടുള്ള ഫീച്ചർ വെബ് സെർച്ച് എന്നുള്ളതാണ്. ഈ വെബ് സെർച്ച് എന്നുള്ളത് നമ്മൾ ശരിക്കും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ചാറ്റ് ജി പി ടിയിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കാരണം ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി തിങ്ക് ചെയ്യുന്നുണ്ട് ഈ ചോദ്യം ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നുള്ളത്. മുന്നത്തെ ചാറ്റ് ജി പി ടിയിലൊക്കെ നമുക്ക് സെർച്ച് എന്നുള്ള ഓപ്ഷനേ ഇല്ലായിരുന്നു. വെബ് സെർച്ച് ഇല്ലാതെ ഒരു ടൈം ലൈൻ ഉണ്ടായിരുന്നു, ആ ടൈം ലൈനിൻ്റെ ഉള്ളിൽ ഇൻഫർമേഷൻസ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ന്യൂസസ് വരെ അവർക്ക് റീഡ് ചെയ്തിട്ടുള്ള ആൻസർ തരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോയിട്ട് വെബ് സെർച്ച് നിന്ന് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ ക്വസ്റ്റ്യൻ വെബ് സെർച്ച് ചെയ്തിട്ടുള്ള കിട്ടേണ്ട ആൻസർ ആണെന്നുണ്ടെങ്കിൽ അവർ വെബ് സെർച്ച് ചെയ്തിട്ട് വരും, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഇൻഫർമേഷനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്തിട്ടുള്ളതും തരും. അപ്പോൾ ഇതാണ് ബേസിക്കലി നമുക്ക് ലേറ്റസ്റ്റ്
വെബ് സെർച്ച് ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ സെർച്ച് ഓപ്ഷന് കൊടുക്കുക. പക്ഷേ ടെക്നിക്കലി അതിൻ്റെ ആവശ്യം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ChatGPT വെർഷൻസിലില്ല. പിന്നത്തെ ഈ ക്യാൻവസ് എന്നുള്ള ഫീച്ചറാണ് വൺ ഓഫ് ദി പവർഫുൾ ഫീച്ചർ ഓഫ് ChatGPT. ഈ ക്യാൻവസ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വലിയ വലിയ കോണ്ടെക്സ്റ്റുകളുള്ള ഒരു ആർട്ടിക്കിൾസ് എഴുതാനും അതുപോലെ തന്നെ കോഡ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ സിംഗിൾ യൂസ് ചെറിയ ചെറിയ ആപ്പുകൾ ബിൽഡ് ചെയ്യാനും പറ്റുന്നൊരു സാധനമാണ് ക്യാൻവസ് എന്നുള്ളത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ റൈറ്റിംഗ് ഇതിൽ എങ്ങനെ വരുന്നത് വെച്ചാൽ, ഇപ്പോൾ റൈറ്റ് എ 5 പാരഗ്രാഫ് സ്റ്റോറി. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 5 പാരഗ്രാഫുള്ളൊരു സ്റ്റോറി എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഇത് സാധാരണ നമ്മളെ ചാറ്റ് വരുന്ന പോലെയല്ല വരിക. ഇത് കുറച്ചും കൂടി ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഒരു കാർഡിൻ്റെ ഉള്ളിലേക്കാണ് ആ സ്റ്റോറി അല്ലെങ്കിൽ നമ്മൾ എന്താണ് കൊടുത്തിട്ടുള്ളത് അത് വരിക. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇനി സാധാരണ ചാറ്റിലാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു എഡിറ്റ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് അടുത്തൊരു മെസ്സേജോ അല്ലെങ്കിൽ അടുത്ത ചാറ്റായിട്ട് റിപ്ലൈ വരാം. ഇതിന് പകരം ഇതിലെന്ത് ചെയ്യാം, ഇപ്പോൾ ഇവിടെ എഡിറ്റ് എന്ന് കൊടുത്താൽ ഇതൊരു വേറെ സൈഡിലേക്ക് വരും. ആഡ് 2 more പാര എന്ന് കൊടുത്തു. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഈ സാധനത്തിന് തന്നെ ഇവിടെ വെച്ചിട്ട് ആഡ് ചെയ്യും. കണ്ട, ഇതിൽ തന്നെ അഡീഷൻ നടക്കായതുകൊണ്ട് നമ്മൾ ഒരു സാധനത്തിലാണ് റീ എഡിറ്റ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ചെയിൻ ഓഫ് തോട്ട് അല്ലെങ്കിൽ ആ ഒരു സാധനത്തിനോടുള്ള നമ്മൾ അറ്റാച്ച്മെൻറ്റ് അവിടെ കിടക്കും. ഇതിങ്ങനെ പോയി 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 ചിലപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കിയതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമായിട്ടുണ്ടാവും ലാസ്റ്റുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു ആൻസർ ആയിക്കോളുന്നില്ല. അപ്പോൾ അതാണ് ഈ ഒരു ഇതിൽ ചാറ്റ് അല്ലെങ്കിൽ ഒരു സാധാ ടെക്സ്റ്റിൻ്റെത്. ഇനി മാത്രമല്ല നമുക്കിത് ഇവിടെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് വേണ്ട പോയിന്റുകളൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് കീ പോയിന്റ്സുകളായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കീ പോയിന്റ് എന്തെങ്കിലും കൊടുക്കാം, അടുത്ത കീ പോയിന്റ് എന്തെങ്കിലും കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, റിഫൈൻ എന്ന് കൊടുത്താൽ ഈ കീ പോയിന്റ് ഒക്കെ റീഡ് ചെയ്തിട്ട് അവർ റീസ്ട്രക്ചർ ചെയ്തിട്ട് പുതിയൊരു ചാറ്റ് പുതിയൊരു ആർട്ടിക്കിളായിട്ട് തന്നെ തരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇതിനേക്കാളും യൂസ്ഫുൾ ആണ് ഈ കോഡിങ് ചെയ്യുന്നവർക്ക്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കോഡ് ഇതേപോലെ ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയ എഡിറ്റ്സ് വരുത്താനുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇവിടെ എഡിറ്റ് കൊടുക്കാം. അപ്പോൾ ആ കോഡും ചേഞ്ച് ചെയ്യും. അപ്പോൾ കോഡുകൾ ചേഞ്ച് ചെയ്ത് ഒരുപാട് വലിയ ലോങ് ചാറ്റ് ആവുന്നതിന് പകരം ഒരേ കോഡിനെ തന്നെ നമുക്ക് റിഫൈൻ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് കോഡിലേക്ക് എത്തിക്കാം. യൂണിവേഴ്സിൻ്റെ ഏറ്റവും പവർഫുൾ സാധനം എന്താ വെച്ചാൽ നമുക്ക് സിംഗിൾ യൂസ് എന്നല്ല, ഒരു മിനി ആപ്പുകളൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ബിൽഡ് എ സ്നേക്ക് ഈറ്റിംഗ് ആപ്പിൾ ഗെയിം. ഒരു ജസ്റ്റ് അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കാനാണ്. അപ്പം ഇതാ ഞാൻ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്തു, സ്നേക്ക് പാമ്പ് ആപ്പിൾ എന്ന ഗെയിമല്ലേ, അതിൻ്റെ പ്രോംപ്റ്റ് കൊടുത്തു. അപ്പോൾ അതിനുള്ള കോഡുകൾ ഇവിടെ ബിൽഡ് ചെയ്ത് വന്നു. ഇനി ജസ്റ്റ് ഒരു മിനിറ്റിൻ്റെ താഴെ ആകുമ്പോഴേക്കും നമുക്ക് ഇത്രയും കോഡുകൾ സെറ്റ് ആയിട്ടുണ്ടാവും. ഇനി ജസ്റ്റ് പ്രിവ്യൂ നോക്കിയാൽ മതി. അപ്പോൾ ഒരു ആപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇതാ നമുക്കിവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനൊരു ആപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് പ്രോംപ്റ്റ് കൊടുത്തിട്ട് റിഫൈൻ ചെയ്യാം. ഇതപ്പോൾ അറ്റാക്കായി. അപ്പോൾ ഇതേപോലെ ഇത് മാത്രമല്ല, നമുക്ക് സിംഗിൾ യൂസിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾക്ക് ഇപ്പോൾ നമ്മളൊരു ലെറ്റർ കൊടുത്തതിനെ റിഫൈൻ ചെയ്തിട്ട് ഒരു അടിപൊളി ലെറ്റർ ആക്കി തരാനുള്ള ഒരു ആപ്പ് ജസ്റ്റ് ബിൽഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ ആ ജസ്റ്റ് ഒരു ലിങ്ക് മതി. ഇനി ഇതിനെങ്ങനെ ഷെയർ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഷെയർ നിൽക്കുക, ഇതാണ് ഈ ലിങ്കാണ് അതിൻ്റെ ആപ്പ്. ഇനി അത് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അടുത്ത ടാബ് തുറന്നിട്ട് അത് നോക്കിയാൽ നമുക്ക് ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഈ ChatGPTൻ്റെ മെയിൻ ആയിട്ടുള്ള വലിയൊരു പൊട്ടൻഷ്യലുള്ള സാധനമാണ് ഈ GPT എന്നുള്ളത്. ഈ GPT എന്ന് വെച്ചാൽ കസ്റ്റമായിട്ട് ഈ ChatGPT എന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ കാര്യത്തിനെക്കുറിച്ചും അറിവുള്ള എല്ലാ കാര്യത്തിനെക്കുറിച്ചും നമുക്ക് ആൻസേഴ്സ് തരാൻ പറ്റിയൊരു സാധനമാണ്. പക്ഷേ അതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് റിഫൈൻ ചെയ്ത് കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആക്കിയിട്ട് വെക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ലെറ്റർ എഴുതിയതിനെ റിഫൈൻ ചെയ്യാനും ChatGPTക്ക് പറ്റും. പക്ഷേ നേരെ മറിച്ച് ChatGPTൻ്റെ ഒരു ഫീച്ചർ അല്ലെങ്കിൽ മൊത്തം ഫീച്ചറിന് നമ്മൾ ലെറ്റർ എഴുതാനും ലെറ്റർ റിഫൈൻ ചെയ്യാനും മാത്രമായിട്ട് ഒന്നിനെ സ്ട്രക്ചർ ചെയ്യുന്നതിനാണ് ഈ കസ്റ്റം GPT എന്ന് പറയാം. ലെറ്റർ എന്നുള്ളതല്ല, ഞാൻ ഒരു യൂസ് കേസ് പറഞ്ഞതാണ്. അതുപോലത്തെ ഒരുപാട് യൂസ് കേസുള്ള പല ആൾക്കാരും ചെയ്തിട്ട് ഒരു കമ്മ്യൂണിറ്റി പോലെ ഇതിലേക്ക് പുഷ് ചെയ്തിട്ടുള്ള GPTകളാണ് ഈ കസ്റ്റം GPTയിൽ അല്ലെങ്കിൽ എക്സ്പ്ലോർ GPT എന്നുള്ള പേജിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ട സാധനത്തിന് ഇവിടെ പോയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഒന്ന് ഇറങ്ങി തിരയുന്നത് നല്ലതാണ്. ഇതിൽ ഇപ്പോൾ റൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് GPTകളുണ്ട്. ഇപ്പോൾ ഈ AI ഹ്യൂമനൈസർ എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഈ GPT എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ChatGPT കൊണ്ട് പറഞ്ഞാൽ നമുക്കൊരു ഇത് കിട്ടും. പക്ഷേ അത് നമ്മൾ പ്ലേജറിസം ചെക്കറിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കി അത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു മനുഷ്യനെ എഴുതിയതല്ല, ഒരു ChatGPT അല്ലെങ്കിൽ ജെമിനിയോ അങ്ങനത്തെ ഏതെങ്കിലും LLM മോഡൽസ് ചെയ്തതാണെന്നുള്ളത്. അപ്പോൾ അതിനെ നമുക്കൊരു മനുഷ്യൻ എഴുതിയ രൂപത്തിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് നമ്മളെ ചാറ്റിൽ തന്നെ മാറ്റാം. അത് ഒന്നുകൂടി ഹ്യൂമനൈസ് ചെയ്തിട്ട് തരാൻ പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ കിട്ടും. പക്ഷേ നമ്മളതങ്ങനെ എക്സ്ട്രാ പ്രോംപ്റ്റ് കൊടുത്ത് റിഫൈൻ ചെയ്യുന്നതിന് പകരം ആ ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് റിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ChatGPTൻ്റെ മോഡൽ ആണ് ഈ സാധനം AI ഹ്യൂമനൈസർ. അതേപോലെ ഒരുപാടുണ്ട്.
അതേപോലത്തെ സാധനങ്ങൾ നമുക്ക് വേണ്ടിയിട്ടുള്ളത് നമുക്ക് കസ്റ്റം ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതാണ് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ AI ഹ്യൂമനൈസർ അതിന് പറ്റിയതാണ്. പിന്നെ പ്രസൻറ്റേഷൻ നമുക്ക് കസ്റ്റമായിട്ടുള്ള സ്ലൈഡുകളും PPTകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പോൾ റൈറ്റിങ്ങിൽ, പ്രൊഡക്ടിവിറ്റിയിൽ, റിസർച്ച് അനാലിസിസിൽ, എഡ്യൂക്കേഷനിൽ. അപ്പോൾ ഇതിലേക്ക് ഓരോന്നിലേക്ക് പോയാൽ നമുക്ക് വേണ്ട കസ്റ്റമായിട്ടുള്ള ChatGPT തന്നെ റിഫൈൻ ചെയ്തിട്ടുള്ള ഓരോ പ്രൊഡക്റ്റുകൾ കാണാം. ഓരോ ആപ്പ് പോലെ തന്നെ മിനി ആപ്പുകളാണ്. ഇപ്പോൾ അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. AI ഹ്യൂമനൈസർ എന്ന് ക്ലിക്ക് ചെയ്താൽ ഈ സാധനം ഓപ്പൺ ആവും. എന്നൊരു നോർമൽ ചാറ്റ് പോലെ തന്നെ ആയിരിക്കും. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ കൊടുക്കുന്ന എന്തും, ന്യൂസ് ആയിക്കോട്ടെ, ആർട്ടിക്കിൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, അതൊരു മനുഷ്യൻ സംസാരിക്കുന്ന പോലെ തന്നെ ആക്കിത്തരും ഈ AI ഹ്യൂമനൈസർ എന്ന് പറഞ്ഞ ആപ്പ്. അതേപോലെ ഒരുപാട് വേറെ ആപ്പുകളുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഒരു കസ്റ്റം GPT ബിൽഡ് ചെയ്യാൻ പറ്റും? ഈ GPTയിൽ പോവുക, ഇതിലിതാ ക്രിയേറ്റ് എന്നുള്ള സാധനം. ഈ ക്രിയേറ്റിൽ പോയിട്ട് ഇവിടെ എന്താണോ വേണ്ടത് അത് നമുക്ക് സംസാരിച്ചിട്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ ചെയ്യാം. എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്നുള്ള പണിയാണ് രാവിലെ വന്നിട്ട് മെയിൽ നോക്കുക, ആ മെയിലിനനുസരിച്ചിട്ട് ആൻസേഴ്സ് റിപ്ലൈ മെയിൽ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം മെയിലിനെ കുറിച്ച് അല്ലെങ്കിൽ ആ കമ്പനീനെ കുറിച്ച് അറിയുന്ന ഒരാളായിരിക്കണമല്ലോ ആ റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനോട് പറഞ്ഞു കൊടുക്കാം, എൻ്റെ കമ്പനി ഇതാണ്, ഇതൊക്കെയാണ് ഞങ്ങളുടെ കമ്പനിയിൽ ചെയ്യുന്നത്, ഇതൊക്കെയാണ് എനിക്ക് സാധാരണ വരുന്ന മെയിൽ, ഇതൊക്കെയാണ് ഞാൻ സാധാരണ കൊടുക്കുന്ന റിപ്ലൈസ് എന്നെല്ലാം ഒരു ഇൻഫർമേഷൻസ് ഇതിന് പുഷ് ചെയ്തിട്ട് മൊത്തം കൊടുത്തിട്ട് എനിക്ക് വരുന്ന എല്ലാം ഇനി എന്തായിട്ട് ആക്ട് ചെയ്യണം? എനിക്ക് വരുന്ന മെയിലുകളെ ഞാൻ ഇതിലേക്ക് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ അതിനുള്ള കറക്റ്റ് ആൻസേഴ്സ് അല്ലെങ്കിൽ കറക്റ്റ് എങ്ങനെയാണോ എനിക്ക് ആ റിപ്ലൈ പോകേണ്ടത് ആ റിപ്ലൈ എൻ്റെ സ്റ്റൈലിലുള്ള റിപ്ലൈ ആയിട്ട് ജനറേറ്റ് ചെയ്ത് തരണം എന്നുള്ള രീതിയിലേക്ക് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? കോൺഫിഗർ ചെയ്ത് വെക്കാം. എന്നിട്ട് ആ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇതിൻ്റെ ബാക്ക് എൻഡ് ട്രെയിനിങ്ങിൽ ഒരു സാധനം ബിൽഡ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ എന്താണോ നമ്മൾ പറഞ്ഞത് അതിനെ ഒരു മോഡലാക്കിയിട്ട് സ്ട്രക്ചർ ചെയ്ത് വെക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തതിനെ ഇവിടെ ഒരു ആൻസറായി അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ചാറ്റ് മോഡലായിട്ട് ഇവിടെ നമുക്കൊരു എക്സാമ്പിളായിട്ട് കാണാനും പറ്റും. ഇനി അതിനെ തന്നെ നമുക്ക് കുറച്ചും കൂടി റിഫൈൻ ചെയ്യാം. അപ്പോൾ ഈ കോൺഫിഗറേഷനിൽ ഈ കോൺഫിഗർ എന്ന് പറഞ്ഞ ടാബ് നോക്കിയാൽ നമുക്ക് ഇനി ആ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആപ്പിന് കസ്റ്റം പേര് കൊടുക്കാൻ പറ്റും, എന്താ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും, ഇൻസ്ട്രക്ഷൻ നമ്മൾ നേരത്തെ ഇവിടെ ക്രിയേറ്റിൽ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. അതിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ കോൺവെർസേഷൻ സ്റ്റാർട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഓരോ കസ്റ്റം GPTയിൽ ഇവിടെ ഓരോ ബോക്സ് ആയിട്ട് ഓരോ എക്സാമ്പിൾസ് വരും, എന്താണോ ഫസ്റ്റ് ചാറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അത് വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ കൊടുക്കണ്ട. അത് സാധാരണ നമ്മൾ ക്രിയേറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ കൊടുക്കാം. പിന്നെ അപ്ലോഡ് ഫയൽസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെ കമ്പനിയെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ ഇവർക്ക് വേണം. അപ്പോൾ കമ്പനീനെ കുറിച്ചുള്ള ഡാറ്റകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ അപ്ലോഡ് ഫയലിൽ കൊടുത്താൽ നമുക്ക് കിട്ടേണ്ട ആൻസർ ഇതിലൂടെ റൺ ചെയ്തിട്ടാണ് നമുക്ക് ഓരോ ആൻസേഴ്സും കിട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ബിൽഡ് ചെയ്തൊരാൾക്ക് ഇനി ഇതേ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത ദിവസം വരുമ്പോൾ ആ മെയിലിന് എടുത്തിട്ട് ജസ്റ്റ് കോപ്പി എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ എന്നല്ല, അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലിങ്കിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഈ മൊത്തം ഇൻഫർമേഷൻസ് റൺ ചെയ്തിട്ട് നമ്മൾ ചിന്തിച്ചിരുന്ന് ടൈപ്പ് ചെയ്ത് റിപ്ലൈ ഉണ്ടാക്കുന്നതിന് പകരം ജസ്റ്റ് ഇവർ തന്നെ ഒറ്റയടിക്ക് ആൻസേഴ്സ് കിട്ടും. നമുക്ക് ഒറ്റ പണിയുള്ളൂ, ഇതെടുത്ത് കോപ്പി എടുക്കുക, അവിടെ എടുത്ത് പേസ്റ്റ് ചെയ്തിട്ട് നേരെ സെൻഡ് ചെയ്യാം. അപ്പോൾ അത്രയും ടൈം എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഇതിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതേപോലത്തെ ഒരുപാട് യൂസ് കേസുകളുണ്ട്. ഇപ്പോൾ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടും വർക്ക് റിലേറ്റഡ്, ഹെൽത്ത് റിലേറ്റഡ്. ഇപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലറി കൗണ്ടർ വേണമെന്നുണ്ടെങ്കിൽ കലോറി കൗണ്ടേഴ്സിന് എല്ലാ ആപ്പുകൾക്കും നല്ല ചാർജ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ തന്നെ ബിൽഡ് ചെയ്യാം. ഐ വാണ്ട് എ കലോറി കൗണ്ടർ. അപ്പോൾ ഇതിലെന്താണ് കലോറി കൗണ്ടറിൻ്റെ സാധനങ്ങൾ ഇതൊക്കെ ബിൽഡ് ചെയ്തിട്ട് നമുക്ക് ഇനി ആപ്പ് റെഡി ആകുമ്പോൾ ഇവിടെ ജസ്റ്റ് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് കൊടുത്താൽ നമ്മൾ കാലറി കൗണ്ട് ചെയ്യും. പെർ ഡേ കാലറി മൊത്തം ആ ചാറ്റിൽ കൗണ്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരു ട്രാക്കറായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് പൊട്ടൻഷ്യൽസ് ഉണ്ട്, ഒരുപാട് യൂസ് കേസുകളുണ്ട്. നമുക്ക് ജസ്റ്റ് ഐഡിയ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഐഡിയ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുക, സംസാരിക്കുക, ആപ്പുകൾ ബിൽഡ് ചെയ്യാം. അപ്പോൾ ChatGPTൻ്റെ മൊത്തം പൊട്ടൻഷ്യലുള്ള ചെറിയ ചെറിയ ആപ്പുകൾ ChatGPTൻ്റെ ഉള്ളിൽ തന്നെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ GPTനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പ്രൊജക്റ്റ് എന്നുള്ളത്. ഈ പ്രൊജക്ട്സ് എന്ന് വെച്ചാൽ നമുക്ക് ചാറ്റുകൾ പിൻ ചെയ്ത് വെക്കാമല്ലോ. ചാറ്റിൽ ഇപ്പോൾ ഇവിടെ പോയിട്ട് പിൻ ചാറ്റ് എന്ന് വെച്ചാൽ ആ ചാറ്റ് മേലായിട്ട് വരും. നമ്മൾ റെഗുലർലി യൂസ് ചെയ്യുന്ന ചാറ്റുകൾ നമുക്ക് പിൻ ചെയ്ത് വെക്കാം. പക്ഷേ നേരെ മറിച്ച് നമ്മളുടെ ഡെയിലി ലൈഫിൽ പല കാര്യങ്ങളും നമ്മൾ ChatGPTനോട് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബിസിനസ്സുള്ള ആൾ ബിസിനസ് 1, ബിസിനസ് 2 ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടാവും. പിന്നെ കോളേജോ സ്കൂളോ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നൊരു സാധനമാണ് ChatGPT. ഈ ഒരുപാട് കാര്യങ്ങളൊക്കെ കെടുക്കുന്നതോ ഈ ചാറ്റിൻ്റെ ഈ സൈഡിലും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ളൊരു സിസ്റ്റം അറിയില്ല. മാത്രമല്ല നമ്മൾ ചിലപ്പോൾ സെർച്ച് ചെയ്തിട്ട് താഴെ പോയിട്ടൊക്കെ കണ്ടെത്തേണ്ടി വരും. ഇന്നലെ സെർച്ച് ചെയ്ത കാര്യങ്ങൾ പോരും, കാരണം ഇത് ഒരു ഓർഗനൈസ്ഡ് അല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് ഈ പ്രൊജക്റ്റ് എന്നുള്ളത്. അപ്പോൾ പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മളുടെ ഈ പറഞ്ഞ ഓരോ സെക്ടേഴ്സിനെയും ഓരോ വേർട്ടിക്കൽസിനെയും ഒരു ഫോൾഡർ ആക്കി വെക്കുക. അതിലുള്ള ഇൻഫർമേഷൻസ് അതിലേക്ക് മാത്രമാക്കിയും വെക്കാം, അല്ല അതിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഷെയറബിൾ ആയിട്ട് എന്ന് വെച്ചാൽ മറ്റ് മെമ്മറികളിലേക്കും പോകുന്ന രീതിയിലേക്കും ആക്കാം. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ഈ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫോണിലും ഇതേപോലെ തന്നെ പ്രൊജക്റ്റിൽ ആഡ് ന്യൂ പ്രൊജക്റ്റ് എന്ന് കാണിക്കും സൈഡിൽ. അപ്പോൾ പ്രൊജക്റ്റ് നിൽക്കുക. ഇതിൽ നമുക്ക് എന്താണോ പ്രൊജക്റ്റിൻ്റെ പേര് വേണ്ടത്, ഇപ്പോൾ ബിസിനസ് 1
ബിസിനസ് വൺ എന്ന് കൊടുത്തു. ഈ ബിസിനസ് വണ്ണിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഇവിടെ ലോഗോ കൊടുക്കാം, ലോഗോക്ക് കളറും കൊടുക്കാം. എന്നിട്ട് ഇതാ ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന് കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഡിഫോൾട്ട് എന്ന് വെച്ചാൽ ഈ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഫയലുകളും ഒക്കെ ഇപ്പുറത്തുള്ള നമ്മൾ കോമൺ ചാറ്റുകളിലേക്ക് മെമ്മറീസ് ഷെയർ ആവും ഡിഫോൾട്ടിലാണെങ്കിൽ. ഇനി പ്രൊജക്ട്സ് ഉള്ളി എന്ന് വെച്ചാൽ ഈ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചാറ്റുകൾ ഈ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ മാത്രമായിരിക്കും. അതിൻ്റെ മെമ്മറീസ് പുറത്തേക്കും പോകില്ല, പുറത്തുള്ള മെമ്മറീസ് ഇതിലേക്കും വരില്ല. സ്വാഭാവികമായിട്ടും എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ അവിടെ സംസാരിച്ചതിൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് ആൻസേഴ്സ് കിട്ടില്ല, ഇവിടെ ഉള്ളത് മാത്രമേ നമുക്ക് ആൻസേഴ്സ് കിട്ടൂ. അപ്പോൾ ഡിഫോൾട്ടാണ് ഒന്നും കൂടി ചിലപ്പോൾ ബെറ്റർ ആയിട്ടുണ്ടാവുക, ഒക്കെ നമ്മളെ പേഴ്സണൽ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ചെറിയൊരു വേറെ ഇൻ്റർഫേസിലേക്ക് സാധനം ഓപ്പൺ ആവും. ഇതാണ്ട് അപ്പോൾ ബിസിനസ് എന്നുള്ള പ്രൊജക്റ്റിൽ നമുക്ക് ഇവിടെ ഇത് വരും. ഇനി നേരത്തെ നമ്മൾ GPT ബിൽഡ് ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് ഫയലുകൾ ആഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, എന്താണ് ബിസിനസ് അല്ലെങ്കിൽ അത് ബിസിനസ്സിനെ കുറിച്ചുള്ള വേറെ ബ്രോഷേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫയലുകളായിട്ട് ആഡ് ചെയ്യുമ്പോൾ ഈ ചാറ്റിൽ നടക്കുന്ന ഓരോ ഇൻഫർമേഷൻസിനുള്ള ആൻസേഴ്സ് ഇവർ തരുന്നത് ഈ ഫയലിലൂടെയും ഈ ഇതിലൂടെ മൊത്തം റൺ ചെയ്തിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആണ്. നമ്മൾ ഓരോ ചാറ്റ് തുടങ്ങുമ്പോഴും ഈ ഫയലുകൾ മൊത്തം ഇട്ട് അല്ലെങ്കിൽ ഇത് മൊത്തം മനസ്സിലാക്കിയിട്ട് ആൻസേഴ്സ് കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് ഇതിൽ തന്നെ ആൻസേഴ്സ് കിട്ടും, അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ആൻസേഴ്സ് കിട്ടും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ചാറ്റ് ചെയ്ത ഏതെങ്കിലും ചാറ്റ് ഇതിൻ്റെ റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് ജസ്റ്റ് കൊടുത്തിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിലേക്ക് ഈ ചാറ്റ് വരും. ഇനി നമ്മൾ മുന്നേ ഏതെങ്കിലും സംസാരിച്ച് വെച്ചിട്ടുള്ള ചാറ്റുകളെ ഈ ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഉള്ളത് നോക്കിയിട്ട് മൂവ് ടു പ്രൊജക്റ്റ്, ഏതാണോ പ്രൊജക്റ്റ് അതിലേക്ക് ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്താൽ ആ ഫയൽ ഈ ബിസിനസ്സിൻ്റെ ഉള്ളിലേക്ക് വരും. അപ്പോൾ ഇതാണ് ബേസിക്കലി പ്രൊജക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാ സാധനങ്ങളും ഓർഗനൈസ് ചെയ്ത് വെക്കുക. ഇനിയാണ് ഒരു മെയിൻ ആയിട്ടുള്ള സാധനം, അതായത് മെമ്മറി എന്നുള്ളത്. ചാറ്റ് GPTൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചറാണ് മെമ്മറി. എന്ന് വെച്ചാൽ നമ്മൾ സംസാരിച്ചത് ഓർത്ത് വെക്കുക എന്നുള്ളതും നമുക്ക് വേണ്ട സമയത്ത് അത് ഓർത്തെടുത്ത് പറയാമെന്നുള്ളതും. അത് നമുക്ക് കൂടുതലൊരു പേഴ്സണലൈസേഷൻ തരികയാണ്. നമ്മൾ മുന്നേ സംസാരിച്ചതിനെക്കുറിച്ച് നമ്മളോട് ഇന്ന് സംസാരിക്കുമ്പോൾ നമുക്കത് കൂടുതൽ കണക്ഷൻ കിട്ടും. അപ്പോൾ മാത്രമല്ല നമുക്ക് എപ്പോഴാണോ റെലവൻറ്റ് അതെടുത്ത് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പോലും മറന്ന സാധനത്തിന് എടുത്ത് പറയുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പോലും ചിന്തിക്കാത്ത കോണ്ടെക്സ്റ്റുകളിലൂടെ അല്ലെങ്കിൽ ഒരു ഏരിയകളിലൂടെ അവർ ചിന്തിച്ചിട്ട് നമുക്ക് ആൻസേഴ്സ് തരും. അത് കുറച്ചും കൂടി എഫിഷ്യൻസി കൂട്ടും നമ്മളെ ആൻസേഴ്സിന്. അപ്പോൾ അത് രണ്ട് പ്രശ്നമുണ്ട്. നമ്മൾ സംസാരിച്ചത് ചിലപ്പോൾ വേറൊരു ഫ്രണ്ടിൻ്റെ എന്തെങ്കിലും റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതും ചിലപ്പോൾ നമ്മുടെ കാര്യം എന്നുള്ള രീതിയിൽ മെമ്മറിയിൽ സേവ് ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മളെ മെമ്മറിയിൽ സേവ് ചെയ്തിട്ടുണ്ടാവാതെയും ഇരിക്കാം. അപ്പോൾ ആ ഒരു ഫീച്ചറിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു ഏരിയയാണ്. ഇവിടെ പോയിട്ട് പേഴ്സണലൈസേഷൻ നിൽക്കിയാൽ നമുക്ക് ഇത് ഓപ്പൺ ആവും. ഇതിൻ്റെ താഴെ മെമ്മറിയുടെ മാനേജ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ എടുത്തൊരു ഒരു അക്കൗണ്ടാണ് ചാറ്റ് GPTൻ്റെ. അതുകൊണ്ട് തന്നെ ഒരു മെമ്മറിയും ഇതിൽ സേവ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഫുൾ ലിസ്റ്റ് ഓഫ് മെമ്മറീസ് കാണും. ഫുൾ ലിസ്റ്റ് ഓഫ് മെമ്മറീസ് എന്ന് വെച്ചാൽ നമ്മൾ ചാറ്റ് ചെയ്തിട്ട് ചാറ്റ് GPTക്ക് തോന്നണം ഇത് നാളെയും ആവശ്യം വരാവുന്ന മെമ്മറികളാണ് എന്ന് തോന്നുന്നതൊക്കെ ഇവിടെ കിടക്കും. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ 3 ബട്ടൺ ഉണ്ട്, അത് നോക്കിയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ഒക്കെ ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മെമ്മറീസിനെയും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ 3 ബട്ടൺ നോക്കിയിട്ട് ഡിലീറ്റ് ഓൾ മെമ്മറീസ് നോക്കാം. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ള മെമ്മറീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചാറ്റിൽ തന്നെ പോയിട്ട് എന്താണോ ആഡ് ചെയ്യാനുള്ളത് അത് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ആഡ് ടു മൈ മെമ്മറി എന്ന് കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ടൈപ്പിങ്ങിൽ അവരുടെ റൈറ്റിങ്ങിൽ അത് പോയിട്ട് മെമ്മറിയിൽ സേവ് ആവും. അപ്പോൾ നമുക്ക് വേണ്ടാത്തതും ഡിലീറ്റ് ചെയ്യാനും വേണ്ടത് ആഡ് ചെയ്യാനും പറ്റുന്നൊരു സ്ഥലമാണ് ഈ മാനേജ് മെമ്മറി എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇപ്പോൾ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റഡ് ഫീച്ചറാണ് ഈ ആപ്സ് എന്നുള്ളത്. ഈ ആപ്സ് എന്ന് വെച്ചാൽ ഒരുപാട് ഇപ്പോൾ ഈ കാണുന്ന ഇത്രയും ആപ്പുകളിലേക്ക് ചാറ്റ് GPT ഡയറക്റ്റ് ആക്സസ് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ക്യാൻവയിലേക്കോ ഫിഗ്മയിലേക്കോ, അപ്പോൾ ഡിസൈനിങ്ങും പിന്നെ അതുപോലെ തന്നെ UA ഒക്കെ ചെയ്യുന്നവർക്ക്, പിന്നെ അതുപോലെ ബുക്കിംഗ്, അപ്പോൾ ഇതിലേക്കൊക്കെ ഡയറക്റ്റ് ആക്സസ് നമ്മൾ ഇപ്പോൾ പെർമിഷൻ കൊടുത്താൽ കണക്ട് എന്നുള്ളത് കൊടുക്കുമ്പോൾ നമ്മൾ അക്കൗണ്ട് വെച്ചിട്ട് കണക്ഷൻ കൊടുക്കണം ഫസ്റ്റ് 1 ടൈം. എന്നിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രൊജക്റ്റ് ഇപ്പോൾ ക്യാൻവൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻവൻ്റെ വെബ് പേജ് പോയിട്ട് സാധനം ഡിസൈൻ ചെയ്യണമെന്നില്ല. നമുക്ക് വേണ്ടത് എന്താണെന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ക്യാൻവയുടെ എയും ചാറ്റ് GPTൻ്റെ എയും വെച്ചിട്ട് നമുക്കൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് തരും. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഓപ്പൺ എന്നുള്ളത് നിൽക്കുമ്പോൾ നേരെ വീണ്ടും ക്യാൻവയിലേക്ക് തന്നെ പോയിട്ട് നമുക്ക് അവിടെ വേണ്ടത് എന്താ അലൈൻമെൻറ്റ് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ഒരുപാട് ഫീച്ചറുകളുള്ളതാണ്. മറ്റ് കുറേ ആപ്പുകളുണ്ട്. ഇപ്പോൾ ഫോട്ടോഷോപ്പിൻ്റെ, ആപ്പിൾ മ്യൂസിക്സ്, അപ്പോൾ ഇതിലേക്കൊക്കെ ഡയറക്റ്റ് ആക്സസ് നമ്മൾ അവരുടെ വെബിൽ പോയി ചെയ്യാതെ തന്നെ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ആക്സസ് കിട്ടും. അതേപോലെ തന്നെ ഇപ്പോൾ ബുക്കിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്കിംഗ് ഡേറ്റുകളോ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ്സോ അതൊക്കെ നോക്കാൻ കുറച്ചും കൂടി ഡയറക്റ്റ് ഈസി കണക്ഷൻ ഇതിലൂടെ കിട്ടും. അപ്പോൾ അതാണ് ആപ്പ് എന്നുള്ള ഫീച്ചർ. കുറച്ചും കൂടി പുതിയ ഫീച്ചറാണ്, റിഫൈൻ ചെയ്ത് വരാനുണ്ട്. അത്രയും പവർഫുൾ ആയിട്ടില്ല, കുറേ അപ്ഡേഷൻ വരാനുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ChatGPT ബേസിക് ആയിട്ടുള്ള ഒരുവിധ എല്ലാ ടൂളുകളുടെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. എല്ലാറ്റിൻ്റെയും ഡീപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഒരു വലിയ ലോങ് വീഡിയോ ആയി മാറിയേക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഫീച്ചേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.